CPM നേതാവ് AC മൊയ്തീൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പിന്നീട് പോലീസ് നടപടി ഉണ്ടായി. ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ED അതിന്മേൽ അന്വേഷണം തുടങ്ങിയത്. ED നടത്തിയ അന്വേഷണത്തിൽ പ്രധാന പ്രതികളായ ആളുകളെ മാപ്പുസാക്ഷിയാക്കുക. ആ മാപ്പുസാക്ഷികളെ വെച്ചുകൊണ്ടാണ് പാർട്ടി നേതാക്കളെ വേട്ടയാടാൻ അന്നത്തെ സാഹചര്യത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ കളിയുടെ ഭാഗമായിട്ടാണ് അത്തരമൊരു രീതി ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതിൻ്റെ മുമ്പിൽ പകച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമൊന്നുമല്ല ഞങ്ങൾ. പാർട്ടിക്കകത്തുടനീളം ഞങ്ങൾ ഈ കാര്യങ്ങൾ പരിശോധിച്ചതാണ്. പാർട്ടി നേതൃത്വത്തിന് യാതൊരു പങ്കുമില്ലാത്തൊരു കേസിൽ പാർട്ടി നേതാക്കളെ പലരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള EDയുടെ കോടതിയിൽ സമർപ്പിച്ചു എന്ന് പറയുന്ന ഈ കുറ്റപത്രം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, കേന്ദ്ര ഭരണകക്ഷിയുടെ. അതിനെ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളതുകൊണ്ട് നിയമപരമായി നേരിടും എന്നുള്ളത് തന്നെയാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരായി പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണമാണ് എന്നുള്ളതുകൊണ്ട് ജനങ്ങൾ അണിനിരത്തിക്കൊണ്ടും ഞങ്ങൾ ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും. നിരന്തരമായി AC മൊയ്തീൻ അതുപോലെ തന്നെ MK കണ്ണൻ, MM വർഗീസ് എന്നിവരെ നിരന്തരമായി ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ടിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് K രാധാകൃഷ്ണനെ പ്രതികരിച്ചത് തന്നെ ചോദ്യം ചെയ്ത് മൊഴിയെടുത്തതിന് ശേഷം ഒന്നുമില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവിടെ പറഞ്ഞ ED ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നതെന്നാണ്. അതെ, അത് തന്നെയാണ് പറഞ്ഞത്. രാധാകൃഷ്ണനെ പോലുള്ള സംശുദ്ധമായ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് ഇപ്പൊ ഒരു പ്രത്യേക സന്ദർഭമാണ്. ഇപ്പൊ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിലാണ് തിരക്ക് പിടിച്ചു എന്ന് പറഞ്ഞുകൂടാ. കുറെ കാലമായി ആരെയൊക്കെ ആകണം പ്രതികൾ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു ഘട്ടത്തിലാണ്. രാധാകൃഷ്ണനെ പോലെയുള്ള ഒരാളെ പ്രതിയാക്കിയതിൽ നിന്നും ഇതിന്റെ വസ്തുത എന്താണെന്ന് ജനങ്ങൾക്കറിയാലോ. അവരാവശ്യപ്പെട്ട വിവരങ്ങൾ രാധാകൃഷ്ണ സ്വത്തിനെ സംബന്ധിച്ച് കൊടുത്തതാണ്. അതിലെന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു നിലപാട്? അതിപ്പോ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. അപ്പോൾ ജില്ലാ പാർട്ടി നേതൃത്വത്തെ ഈ രീതിയിലാകെ പ്രതി ചേർക്കപ്പെട്ടാൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്നായിരിക്കും കേന്ദ്രമന്ത്രിയും BJPയുടെ നേതൃത്വം കരുതുന്നത്. അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇത് വലിയ ചർച്ചയാക്കി മാറ്റാൻ UDFും അതുപോലെ തന്നെ BJP ശ്രമിച്ചിരുന്നു. അതിന് അവർക്ക് ഗുണമുണ്ടായെന്ന് തോന്നുന്നുണ്ടോ? അത് സ്വാഭാവികമായി പ്രതിഫലിക്കല്ലോ. പാർട്ടിയുടെ സിമ്പതൈസേഴ്സിനെ സംശയത്തിൽ ഇത് എങ്ങനെയൊക്കെ ഉണ്ടോ സംശയത്തിന്റെ ഒരു നിഴൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവരത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. സുരേഷ് ഗോപി എന്ത് താല്പര്യത്തോടു കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം വന്നത്, ജാഥ നടത്തിയിട്ടൊക്കെ വന്നത് എന്ന് രാജ്യം കണ്ടതല്ലേ. രാജ്യം ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനും അത് കുറച്ച് ഗുണം ചെയ്തിട്ടുണ്ടാവും. പൂരവുമായി ബന്ധപ്പെട്ടും ഒക്കെ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും ഇത്തരമൊരു കാര്യം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തന്നെയാണ് BJP നേതൃത്വം ആസൂത്രണം ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞാനോ? അങ്ങനെ പഴയ ജില്ലാ സെക്രട്ടറിമാരുടെ എതിരായിട്ട് ED കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് വായ്പ അനുവദിക്കാൻ വേണ്ടി സ്വാധീനം ചെലുത്തിയിരുന്നതാണ്. അതൊരു സ്വാഭാവികമായ നടപടിയാണോ രാഷ്ട്രീയ നേതാക്കൾക്ക് സംബന്ധിച്ചിടത്തോളം ചോദിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞാൻ ഒരാളുടെ കാര്യത്തിനും ലോൺ കൊടുക്കാനോ ലോണിന്റെ കുടിശ്ശിക തിരിച്ചടയ്ക്കുന്നതിൽ ഇളവ് കൊടുക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല. അത്തരമൊരു കേസിൽ അതാ ഞാൻ പറഞ്ഞത്, ആ കേസിലെ പ്രതികളായ ആളുകളെ ഒന്നാം പ്രതി ആക്കേണ്ട ആളെ മാപ്പുസാക്ഷിയാക്കി. ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ തൃശ്ശൂർ തന്നെയുള്ള ഒരാൾ നിരവധി ക്രിമിനൽ സംഭവത്തിൽ പ്രതിയായ ആളുടെ അഭിമുഖം നിങ്ങളുടെ മാധ്യമത്തിലൊക്കെ വന്നു. എന്തെങ്കിലും വസ്തുത ഉണ്ടായിട്ടാണോ? അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഒരു സഹകരണ സംഘത്തിൽ ഒരു ലോണ് ഒരാൾ വരുന്നുണ്ട്, നിങ്ങൾ പരിശോധിക്കണം എന്ന് പറയുന്ന ഒരു വലിയ കുറ്റകൃത്യമായിട്ട് ഈ കേരളം കാണില്ല. പലരും, ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ആവശ്യം വന്ന സഹകരണ ബാങ്കുകളിൽ ജനങ്ങളുടെ ജനപ്രതിനിധികൾ ഭരിക്കുന്ന ബാങ്കുകളാണ് പറയാറുണ്ട്. അതുപോലും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതിൽ തെറ്റ് ചെയ്തവരുടെ പേരിൽ പാർട്ടി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി നടപടിയെടുക്കുകയാണ് ചെയ്തത്. അവരുടെ പേരിൽ പാർട്ടി നടപടി മാത്രമല്ല, പോലീസ് നടപടിയും ഡിപ്പാർട്ട്മെന്റൽ നടപടിയും ഉണ്ടായി, റിക്കവറി തുടങ്ങി. അപ്പൊ അതിൽ അവർ കാണിച്ച പശകിനെതിരായി എല്ലാ നടപടിയും പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്, ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പാർട്ടിയെ തന്നെ പ്രതി ചേർക്കുകയാണ്. അങ്ങനെ കുറ്റപത്രത്തിൽ 26 പ്രകാരം 26 പ്രതിയായിട്ടുണ്ട്. CPMനെ തന്നെ പ്രതി ചേർക്കുന്നത്, അങ്ങനെ ഒരു സംഭവം നമ്മൾ ഇതുവരെ കേട്ടുകേൾവിയില്ല. അതെ.